അമ്മേനെ മറിയിപ്പിക്കും അതാ അപ്പം ചെളിസിപ്പുണ്ട് എടാ കൊച്ചിനെ എഴുതിയല്ലടാ അതാ അതോ നമ്മള് പോയതുകൊണ്ട് ഏറ്റവും സാഡായിരുന്നു കുളിക്കാനുള്ള സമയമായി ഇപ്പൊ വന്ന് ചേട്ടൻ അവിടെ നിൽക്കും എന്നും 5:30 ചേട്ടൻ കുടിക്കാൻ വരുന്നതാണ് ആദ്യം അമ്മയ്ക്കായിരുന്നു ഇട്ടില്ലായിരുന്നോ പുഴയില് വെള്ളം പറ്റിക്കും അതാണ് അവസ്ഥ പൊഴിയുന്നുണ്ടായിരുന്നു അല്ലേ ഗായ്സ് അതെ ഓ പൈകളി മസിൽമാനായിട്ടാണ് ഗായ്സ് അങ്ങോട്ട് നോക്കണോ പക്ഷേ എന്ത് അയ്യോ എന്നെ അലക്കുന്നേ ആ കണ്ടോ അങ്ങനെ എല്ലായിടത്തും കാലമാടാ മോസ്റ്റ് വെള്ളച്ചാട്ടമുള്ളത് എവിടെയെന്നറിയോ വണക്കം നண்பர்களே കൈപിടിക്ക് ഇവിടെ കൈ വണക്കം നண்பர்களே ഗായ്സ് അപ്പം 2 ആഴ്ചത്തെ തമിഴ്നാട് കണ്ണനിലേക്ക് വരുമല്ലേ 2 ആഴ്ചത്തെ നമ്മുടെ തമിഴ്നാട് യാത്രയ്ക്ക് ശേഷം വാസത്തിന് ശേഷം യെസ് നമ്മളിപ്പോ ഇതേ പുഴ കലക്കാനായി നമ്മൾ പുഴയിലേക്ക് നമ്മുടെ കുണ്ടൻചേട്ടന്റെ പുഴയിലേക്ക് പോവാണ്. അന്ന് ചിങ്കിലപ്പുഴയിലല്ല നമ്മളിന്ന് കുണ്ടൻചേട്ടന്റെ പുഴയിലാണ് പോകുന്നത്. അപ്പൊ നിസറൊക്കെ കാരി കയറുന്നുണ്ട് ഗായ്സപ്പം നമ്മുടെ എന്റെ മറ്റേ പൈകളിന്റെ ഞങ്ങളുടെ 3 പേരുടെ ഇടാ നിങ്ങൾ ഞങ്ങളൊന്ന് പറയട്ടെ പറയാൻ അപ്പം ഞങ്ങളുടെ 3 പേരുടെയും 2 ആഴ്ച പഴക്കമുള്ള ഡ്രസ്സ് എടുത്തോണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതാ ചോര. അപ്പം പുഴ കലക്കാനാണ് ആക്ച്വലി നമ്മളിപ്പോ വന്നിരിക്കുന്നത് അല്ലേ മമ്മേ? അമ്മ തലയിലിതേ താളെ കൊണ്ട് നിൽക്കുന്നുണ്ടോ? അപ്പൊ തലയിലെ ചെളിയും മേത്ത ചെളിയും ഡ്രസ്സിലെ ചെളിയൊക്കെ നമുക്ക് ഒഴുക്കി കളയാൻ പോലെ. അതെ. അപ്പൊ നമ്മുടെ കുട്ടിമണി നമ്മുടെ അടുത്ത് കുട്ടിച്ച. അപ്പൊ നമ്മള് പോയതുകൊണ്ട് ഏറ്റവും സാഡായിരുന്നു. എന്താ അപ്പൊ നമ്മള് പുഴയെ പോകത്തോണ്ട് കുട്ടിമണിയും പുഴയെ പോയില്ല. അവനും ഇപ്പൊ കറുത്തിരിക്കാണ്. അയ്യോ കുട്ടിച്ചിന് ഭയങ്കര സ്നേഹാണ് കേട്ടോ എന്റെ കുട്ടിമണി. അയ്യോ തുപ്പലായി മുഖത്ത്. അപ്പൊ നമ്മളിന്ന് പുഴയെ പോയി താടി മാറിയ പോലെ അപ്പം നമ്മുടെ വയലിൽ ഒരുപാട് മാങ്ങ ഉണ്ടായി. പാരിജാത മരം പൂത്തു. ചാമ്പയ്ക്ക കുറെ ഉണ്ടായി. അതിൽ ചക്ക മാങ്ങ തേങ്ങ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തമിഴ്നാട് പോയി വന്നപ്പോഴേക്കും ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അത് മാത്രമല്ല എൻ്റെ അടുത്ത് വേറെ കുറെ കണ്ടന്റ്സും വീഡിയോ എടുക്കാനായിട്ടുണ്ട് ഗായ്സ്. അതുകൊണ്ട് തന്നെ കണ്ടന്റ്സിനാൽ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ് ഗായ്സ്. അങ്ങനെ ചാക്ക് കണക്കിന് ഡ്രസ്സുകളും അതുപോലെ തന്നെ ഇതേ ബക്കറ്റുകളും അതുപോലെ തന്നെ ചാക്കുകളും ഷോപ്പറുകളും ഒക്കെ ആയിട്ട് നമ്മൾ നടന്ന് നീങ്ങുകയാണ്. അപ്പം നമ്മുടെ ഷൂ അടക്കമാണ് നമ്മൾ കഴുകാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അല്ലേ ഗായ്സ്? അപ്പൊ ഇതേ നമ്മുടെ പേരത്തോട്ടത്തില് ഒരുപാട് മാങ്ങകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് എൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് മാങ്ങയൊക്കെ പറിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് ഞങ്ങൾ ഒരുപാട് കൊതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ നോക്കിക്കേ മാവ് നിറഞ്ഞു മാങ്ങ. അയ്യോ ഇതെല്ലാം നമുക്ക് പറിക്കണം. അതിന് മുമ്പ് നമുക്ക് ഓടക്കാട്ടി പോയിട്ട് നമുക്ക് തോട്ടി വെട്ടിക്കൊണ്ട് വന്നിട്ട് വേണം നമുക്കിത് പറിക്കാനായിട്ട്. അപ്പോൾ ഒരു വ്ളോഗിൻ്റെ മേഘം തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഗായ്സ്. അപ്പോൾ ഇത്രയും നാളും ഞാൻ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ തിരക്ക് കാരണം തന്നെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. വീട്ടിലെത്തിയത് അത്രയും സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം വിളിക്കാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല ഗായ്സ്. അങ്ങനെയാണ് നമ്മൾ വീട്ടിലെത്തിയ സ്റ്റോറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് മതിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? എല്ലാ കഷ്ടപ്പാടുകളും നമ്മൾ പുഴയിലേക്ക് നിന്ന് ഒഴുക്കി കളയാൻ വേണ്ടി പോകണത്. ഗംഗാ നദിയിൽ കുളിച്ച് കയറുക എന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ നരസി പുഴയിൽ നമ്മൾ കുളിച്ച് നമ്മുടെ എല്ലാ ചീത്തകളും ഒഴുക്കി കളയാൻ വേണ്ടി പോവാണ് ഗായ്സ്.
അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു റിലീഫ് ആയിട്ടുണ്ടായിരുന്നു. വലിയ സമാധാനമാണ്. അപ്പം മോസ്റ്റ് സമാധാനം സത്യം പറയാനുള്ള നമ്മുടെ നാടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം പറമ്പിലത്തെ ഓരോ കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഞെട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ പുഴയിലോട്ട് പോവാണ് ഗായ്സ്. അപ്പം നമുക്ക് നടക്കാം കേട്ടോ. അപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഓടിച്ചാടി പോകാം. ഗായ്സ് കുഞ്ഞാശിനെ പറ്റപ്പോൾ ബാധ കയറിയിരിക്കുവാണ്. അയ്യോ ആദ്യം അമ്മയ്ക്കായിരുന്നു. ഈ കാലിന് എന്റെ തല കളഞ്ഞു നോക്ക്. കണ്ടോ ഗൈസ്? ഈ കൊച്ചിന്റെ അടുത്ത് വീഡിയോ എടുക്കാൻ കൊടുത്തത് തന്നെ ഒന്ന് വെർട്ടിക്കൽ പിടിക്കും, പിന്നെ ഒന്ന് ഹോർസോണിൽ പിടിക്കും. നീ എടുക്കടാ, നീ ക്യാമറമാനാ. അങ്ങനെ നമ്മളിതേ പുഴയിലേക്ക് കിടക്കണം. കുട്ടിമണി, ആ കുട്ടിമണിക്ക് പിന്നെ ഏത് പോസ്റ്റ് കാണാനും മൂത്രം ഒഴിക്കും. അതെ തന്നെ, അതുകൊണ്ടാണ്. ഗായ്സ് നമ്മുടെ സ്വന്തം മില്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മില്ലിൻ്റെ കഴിക്കൂടെ നമ്മൾ പുഴയിലേക്ക് കിടക്കുക. അപ്പോൾ നമുക്ക് നടക്കാട്ടോ. അപ്പം മൊത്തത്തിൽ ഞങ്ങൾ ആവി എടുത്തിരിക്കുകയാണ്. അപ്പോൾ പുഴയിൽ പോയിന്ന് സ്നാനിച്ചാലാണ് നമുക്കൊരു സ്നാനമാനി മൂനിയുള്ളൂ. അങ്ങനെ ഷോപ്പറുകളുമായി നമ്മളെ പുഴയിലെത്തി കഴിഞ്ഞിട്ട് എന്റെ മോനെ അയ്യോ നല്ല പുഴമണം വരുന്നുണ്ട് ഗൈസ്. പുഴയിലേക്ക് വരുമ്പോഴേ അതെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. കുട്ടിമണിക്ക് പുഴ കണ്ടാൽ മടിയാണ്. വാവ് എന്റെ ദൈവമേ, നല്ല പുഴ എന്നെ മാടി വിളിക്കുന്നു. അയ്യോ ഇപ്പോഴേ പോയി ചാടുന്നത്. വെള്ള കറുപ്പായി ഗൈസ്. മോസ്റ്റ് സോക്സ് ആണ്. ഞാൻ കാണിച്ചില്ലടാ, എല്ലാരും കണ്ട് ബോധം കിടും. അതെ ഇട്ടില്ലായിരുന്നോ? നിങ്ങളുടെ കളർ ശരിയല്ല കുട്ടികൾക്ക് പാൻറ്റീസ് വേണ്ട. അതെ പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ മടിയാ. അച്ചോടാ കുളിക്കണ്ട, പുഴ വരെ വന്നാ മതി. കൊച്ചു പുണ്യപ്രവൃത്തി ചെയ്യുക. അതുകൊണ്ട് നമ്മൾ പുണ്യപ്രവൃത്തി എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കൊക്കെ അല്ലേ? അത് ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ടാ. അതാ ഡ്രസ്സേ കോർത്തില്ലേ, ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്മച്ചീനെ നൈറ്റി പിന്നെ ഒരു തോർത്ത് വേണം ഡ്രസ്സിൽ. പുഴ വന്നു, മീൻ കിട്ടിയ വേഗം വെള്ളത്തിൽ അതാ കൊച്ചതിനെ കളഞ്ഞു. അതെങ്ങനെ ഗൈസ് പുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ പുണ്യവാനായി. അപ്പൊ കുട്ടൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ തഴക്കാട്ടിൽ കെട്ടിയിടാം. ജസ്റ്റ് ഒരു കെട്ട് മതി ഗൈസ്. അക്കരെ പുതിയ കുളം ഉണ്ടാക്കിയിട്ടുണ്ട് പഞ്ചായത്തുകാര്. നമ്മൾ അന്ന് പോകാൻ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല ഗായ്സ്. അങ്ങനെ ഞാനതേ പുഴയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. പങ്കായി ഇടിച്ച് ചമ്മന്തിയൊക്കെ ഞാൻ. അപ്പോൾ നാളുകൾക്ക് ശേഷം പുഴ കണ്ട ഞാൻ ഇനി എങ്ങനെ ഭ്രാന്തമായി കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ഭ്രാന്ത് ഓർക്കുമ്പോ എനിക്ക് അത് മമ്മേ എന്ന് പറയുന്നു. മമ്മയാണ് 24 മണിക്കൂർ നമ്മുടെ മമ്മയ്ക്ക് വേർക്കലാണ് ഗായ്സ് ഉള്ളത്. അല്ല ചക്രക്കുട്ടി. അപ്പതേ നമുക്ക് അലക്കാനുള്ള തുണികളാണ് ഗായ്സ്. നമ്മൾ തമിഴ്നാട്ടിൽ പോയി ആകെ കൊണ്ടുവന്ന സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടുത്തെ ഓർമ്മയ്ക്കായിട്ടുള്ള നിൻട്രി ഒരു അടിപൊളി ഡ്രസ്സിന്റെ കടയാന്ന് തോന്നുന്നത്. എന്താ വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ഗായ്സ് അതത് പറഞ്ഞു തോന്നുന്നു. നിങ്ങൾ കമന്റ് ചെയ്തു കണ്ടോ. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് അല്ലേ. എന്തോ ടെക്സ്റ്റൈൽസ് ആണ് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എന്ത്
അപ്പൊ അങ്ങനെ ഇപ്പൊ മീനുകളെ പിടിച്ച് റെക്കോർഡ് ഇട്ടുകൊണ്ട് അതിനെ കൊച്ചു നിലത്തിട്ട് കളയുകയും ചെയ്തു. അയ്യോ ഗായ്സേ, എനിക്ക് കൊതിയാവുന്നു ഇപ്പൊ തന്നെ ചാടി നീന്തി. മമ്മേനെ മറിയിപ്പിക്കും അതിന്. അതാ ഗായ്സ്, കുഞ്ഞാറ്റയ്ക്കും മറിയണമെങ്കിൽ ഒറ്റയ്ക്കും മറിയാൻ പറ്റില്ല, ഞങ്ങളെയും കൂടെ മറിക്കണം. അതങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മോസ്റ്റ് വെള്ളച്ചാട്ടമുള്ളത് എവിടെയെന്നറിയോ? അതിന്റെ മുകളിലാണ്. അത് നമ്മളാണെങ്കിൽ ആരും അറിയില്ല. അല്ല മിണ്ടല്ലേ, ഞാനല്ലേ മമ്മ അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഒരാൾക്ക് പോലും കരിന്തണ്ടനാണ്, കരിന്തണ്ടി. അതെ ഡയാന. വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചത് ആര്? നയാഗര ഡയാന. മറ്റേ കരിന്തണ്ടൻ നമ്മുടെ ചുരം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാനാണ് കുണ്ടച്ചാട്ടന്റെ പുഴയുടെ തൊട്ട് മുകളിലുള്ള കുണ്ടച്ചാട്ടന്റെ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു. അല്ല, അത് എന്റെ വെള്ളച്ചാട്ടം, ഞാൻ കണ്ടുപിടിച്ചോണ്ട് ഡയാനന്റെ വെള്ളച്ചാട്ടം. എന്ത് എന്തിനാടാ അങ്ങനെയൊക്കെ പറയുന്നത്? തമിഴ്നാട്ടിൽ പറഞ്ഞത് അമ്മേന്റെ വായിൽ അങ്ങനെ ഞാൻ പോയത് പറഞ്ഞതാ, പേരറിയാതെ വന്നതാ, മിക്സായി വന്നതാ. വളരെ അടി വാങ്ങുന്ന സംശയമാണ് ഗായ്സ്. അപ്പം നമ്മുടെ വെള്ളച്ചാട്ടം വേണ്ടിട്ടുള്ളത് മുകളിലാണ്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടേക്കും കൂടിയാണ് നമ്മൾ ശരിക്കും വന്നേക്കുന്നത്. അപ്പം വേനൽക്കാലത്തൊക്കെ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കണം നോർത്തപ്പോൾ ഒന്നും നമുക്ക് പരിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിന്ന് ഫോണിപ്പോൾ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുണ്ട്. എങ്കിലും നമുക്കവിടെ പോയി ചാടാതെ നമുക്ക് വയ്യ. അപ്പം ഈ വീഡിയോ മിക്കവാറും 1-2 മണിക്കൂർ ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അവിടെ പോകണോ അമ്മ ചാടാൻ? എടാ അവിടെ ജസ്റ്റ് കാണിച്ചെങ്കിലും കൊടുക്കണ്ടേ അമ്മ? ജസ്റ്റ് കാഴ്ച ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. കുന്നുണ്ട് അലക്കാൻ. വേണ്ടോ? അല്ല ജസ്റ്റ് കാണിച്ചു പോലും കൊടുക്കണ്ട. അയ്യോ അറിയാതെ കാണിച്ച, സോറി. മമ്മയെ കാണിച്ചു കൊടുക്കട്ടെ മമ്മ, പിന്നെ മതി, കാണിക്കണ്ട. അപ്പൊ മമ്മ പറഞ്ഞു നിങ്ങൾക്ക് ആ മിസ്റ്റീരിയസ് പ്ലേസ് ആണ്. കാരണം ആ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സ്ഥലമാണ്, രക്ഷയില്ല. അപ്പം വെള്ളം ഇത്ര ഉണ്ടാവും, നെഞ്ചപ്പം വെള്ളം ഇപ്പൊ ഇത്ര ഉണ്ടാവുള്ളൂ. വെള്ളം കയറുമ്പോൾ ഞാൻ മൂടും. അപ്പം അത്രയ്ക്ക് രസമാണ് അവിടെ കാണാനായിട്ട്. അടിപൊളിയാണ്. തഴയൊക്കെ ഇങ്ങനെ വരിഞ്ഞിങ്ങനെ നിൽക്കും, കുളം പോലെ. അപ്പം നമുക്ക് ഞങ്ങൾ തഴയുടെ പൊക്കത്തുനിന്ന് ഇങ്ങനെ എടുത്ത് ചാടും. സൂപ്പറാണ്. നീ വീട് ഈ പങ്കൻ എല്ലായിടത്തും കാണുന്നോട്ടൊക്കെ കാലമാടാ. അല്ല, നെഞ്ചിലാ ഇരിക്കുന്നെ. പങ്ങനെ തല കഴിഞ്ഞാ ശരിക്കും എല്ലാ കളറും കളറൊക്കെ പോട്ടെ, ബാക്കി എന്താ ഗായ്സ്? അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോകാനുള്ള ടൈമില്ല. കാരണം ഉണ്ടെങ്കിൽ തുണിയാണ് നമുക്ക് അലക്കാനുള്ളത്. ജീൻസിലൊക്കെ എടാ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? ഈ കാണുവാണോ? അതെന്താ അതിന്റെ ഉള്ളിൽ വിഴുങ്ങി. എടാ നിങ്ങളൊന്ന് അവിടെ പോയി കിടക്ക്. ഗായ്സ് ഇപ്പൊ ഒരു കുന്ന് തുണിയുള്ളത് കണ്ടോ? അത് പോരാഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാ തുണിയും കൂടി അമ്മച്ചി കൊടുത്തു വിട്ടു. ബെഡ്ഷീറ്റ് അടക്കാം. ഏതായാലും പോലെ 2 ആഴ്ചത്തെ ഒരു കുന്ന് തുണി അവിടെ 3 പേരുടെ ഉണ്ട്. അത് പോരാഞ്ഞിട്ട് പിന്നെ ഇത് ബാക്കി ബെഡ്ഷീറ്റ് സാധനങ്ങളും പിന്നെ ജീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഇട്ടുകൊണ്ടിരുന്ന ജീൻസ്. അത് അതിലൊരു ഒരു തിന്നുന്നതിന്റെ കുടിക്കുന്നതിന്റെ ഒക്കെ വേസ്റ്റ് അതിനകത്തൊക്കെ കുറച്ചുകൊണ്ട് കൈ തുടയ്ക്കാനൊന്നും ഇല്ലല്ലോ, ടിഷ്യൂ ഒന്നും. ആകെയുള്ളൊരു ടവല. എന്താ പറയാ, നമുക്കപ്പൊ അലക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മള് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വ്ലോഗ് നമ്മൾ വേറെ ആയിട്ട് ചെയ്യാം. അടിപൊളിയാണ്, രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്നേ കാണിച്ച് നിങ്ങൾക്ക് ഞാൻ എന്താ പറയാ ഇതാക്കുന്നില്ല. പിന്നെ നിങ്ങൾ കാണണ്ട, അത് പിന്നെ നിങ്ങൾ കാണണ്ട. കാരണം നിങ്ങള് വ്ലോഗിന്റെ ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ? ഹാപ്പി ഈസ്റ്റർ. ഞങ്ങള് മാർഗം കളി കളിക്കണം ഓർത്തയാണ്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഇന്നലെ രാത്രിയാണ് എത്തിയത്. അതുകൊണ്ട് നമ്മൾക്ക് എന്താക്കാൻ പറ്റിയില്ല, കളി കളിക്കാൻ പറ്റിയില്ല. സാർ നമുക്ക് വെള്ളത്തിന് നടക്കുന്ന ഒരു ട്രൈ ചെയ്യാം. അതെ, ഇന്നലെ ഉച്ച കഴിഞ്ഞ് രാത്രിക്കാണല്ലോ എഴുന്നേറ്റ്, അതുകൊണ്ട് പറഞ്ഞു. നോക്കുമ്പോ പങ്കന്റെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അലക്കാൻ തുടങ്ങാം. അയ്യോ എന്നെ അലക്കുന്നേ. അപ്പൊ മമ്മയാണ് ഗൈസ് നമുക്ക് തുണിയൊക്കെ എടുത്തരാൻ വേണ്ടി പോകുന്നത്. പറയേ ഞാൻ എന്താ ആദ്യം അലക്കേണ്ടത്? ഒന്നും അലക്കണം, നീങ്ങി നിക്ക്. ആ ഒരു ഉപകാരം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ല തുണി
അമ്മേ ചാടിയതിന്റെ ഒന്നാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ മേത്തുള്ളായോ? ഇല്ല കണ്ടോ പോയി. ഉമ്മ കൊടുത്തപ്പോ വേദന പോയി. അമ്മ ഇങ്ങനെയാണ് ഞങ്ങളെ ഒതുക്കുന്നത്. നല്ല പുറത്തിനിട്ട് ഒറ്റയടിയോ എടുത്തോടാ ഉമ്മ കഴിഞ്ഞു. പക്ഷെ തള്ള ചവിട്ടിയാ പിള്ളക്ക് കേടില്ല എന്നല്ലേ പഴഞ്ചൊൽ. ആ കണ്ടോ അമ്മേ ഒറ്റ കുത്തിന് തമിഴ്നാട്ടിലേക്ക് പറഞ്ഞു വിട്. വേണ്ട അമ്മ വേണ്ട അമ്മ. ഒന്ന് കാലിന്റെ ഒന്ന് വിടിച്ചോറി അമ്മേ. നഖ കൊണ്ട് മാന്താൻ പറഞ്ഞു. ചോറിയാൻ പറഞ്ഞ പിന്നെ എങ്ങനെയാണ് ഗായ്സ്? അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ജലദോഷത്തിന്റെ ടവലുണ്ട്, അത് നമുക്ക് അലക്കാം. 2 ആഴ്ച 3 ആഴ്ച തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ അലക്കിയതായിരുന്നു. എങ്കിലും നമുക്ക് ഒന്നുകൂടി അലക്കാം. നമ്മുടെ ചീങ്ങലൊക്കെ ആ പാറ ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അലക്കാം. പക്ഷെ അവിടെ നീർക്കോലി കാലിന്റെ അടിക്ക് ഒളിച്ച് ഇവരുടെയൊക്കെ കാലിന്റെ അടക്കി കൂടി പോയതാണ്. അതുകൊണ്ട് നമ്മളെ കടിക്കുമ്പോൾ നമുക്കൊരു പേടിയുണ്ട്. കടിച്ചാലും കാര്യമൊന്നും പറ്റില്ലെങ്കിലും ഞാൻ ഈ ടവൽ അലക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പിഞ്ഞ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? കൊടയുമ്പോഴാണ് നല്ല സാറ്റിസ്ഫൈ ആയിട്ട് നല്ല രസമുള്ളത്. ഇത്രയൊന്നും നമുക്ക് അലക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം തുണി അലക്കട്ടെ. ഓക്കേ ഗൈസ് വരൂ. എന്താണായിട്ടത്? ഓ ഗായ്സ് അങ്ങനെ നമ്മളിത് ഇച്ചിരി പോലും അലക്കി കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, അത്രയും തുണിയാണ് അലക്കാനുള്ള. ഒരു പിഞ്ഞും തുണി അലക്കി മടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി കുളിക്കാൻ വേണ്ടി വന്നു. നമ്മൾ വരുമ്പോഴേക്കും കുളിക്കാൻ വരെ എല്ലാവർക്കും കൊണ്ടു പിടിച്ചാണ്. ഇപ്പം രാവിലെ 5 മണിക്ക് വന്നിരുന്നാലും കുളിക്കാൻ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും അവർ നമ്മളൊരു മാത്രമുള്ള കേസ് അല്ലാത്തവ പുഴ വെറുതെ വായും പൊളിച്ചിരിക്കുന്നതാണ്. നമ്മളിങ്ങനെ കുട്ടൂസിനെ കുളിപ്പിക്കാൻ വേണ്ടി പോകണം. കുട്ടിച്ചാ കുളിച്ചാ കുഞ്ഞേ കുളിച്ചാ കുട്ടൂസമണി കുളിക്കാൻ വേണ്ടി കുട്ട് അവന് കിടന്ന് ഉറങ്ങുമായിരുന്നു കഴിച്ച് ആ തഴൻ്റെ ഉള്ളില്. അയ്യോ 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 കണ്ടോ പുഴയിലേക്കാണ്. അതിപ്പോ ആളിത് വീണ്ടും അങ്ങോട്ട് പോയിരിക്കാണ്. എടാ നിനക്ക് മടിയാണ്. അതൊക്കെ സോപ്പിട്ടേട്ടോ അമ്മ. അത് സോപ്പിട്ടാ ദൈവമേ. അങ്ങനെ കുട്ടിമണി ആദ്യമായിട്ട് പുഴയിലേക്ക് ചാടി. എന്റെ ദൈവമേ ഇത് കുട്ടിമണിയാണോ? ഇങ്ങോട്ട് മാടാ. എന്താ അവിടെ നിന്നോ? നീന്താൻ മാത്രമേ ഉള്ളോ? വെള്ളമൊന്നും ഇല്ല കൊച്ചേ. നീ നീന്ത. ആ അവിടെ നിന്നോ? അവിടെ നിന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് ഇറങ്ങി പങ്ക അവിടെ നിന്നോ. ഫോൺ വെള്ളത്തിന് കൊടുക്കാൻ. അയ്യോ അങ്ങോട്ട് ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് ഷൂതാക്കി ഷൂ തേച്ച് കഴിഞ്ഞില്ല. അയ്യോ ഷൂവിന്റെ കളർ എന്നെ കണ്ണടിച്ചു പോലും. എന്റെ പോകട്ടെ നേരത്തെ കണ്ടില്ലേ എന്താണ്? കുട്ടിമണിനെ കുളിപ്പിച്ചത് പിന്നെ എന്റെ കുളി സ്വാഹയാണ്. അറിയോ? ഞാനും കുളിക്കാം. എന്റെ കയറുന്നാട്ടോ ഗായ്സ്. ഷാമ്പു എടുത്തു തര്. ഇത് കുട്ടൂസിനെ കുളിപ്പിച്ചണ്ടേ? ഇത് കുട്ടിമണിന്റെ മേത്ത് ചെളിയാ. നല്ല വെട്ടമുണ്ടല്ലോ. കുരുമുളകാണോ മേത്ത്? ഗായ്സ് അപ്പൊ എല്ലാവരും ഷാമ്പു തേക്കാണ്. അപ്പുറത്ത് പോവാ. ആണോ? അവിടെ ഇറങ്ങാം. അതെയോ? ഗായ്സ് എന്റെ കണ്ണൊക്കെ മാഞ്ഞു ഗായ്സ്. കണ്ണ് മാഞ്ഞു. ഗായ്സ് കുണ്ടച്ചട്ടിന് പോടി വരും ഗായ്സ്. അപ്പൊ നമ്മുടെ കുളി നമ്മുടെ തുണിയും കണ്ട് പേടിച്ച് ചേച്ചി പോയി. കൊടിമണ്ണിലായിരുന്നു കുട്ടിമണി നിന്നത്.
ഇരുന്ന് തരും എന്റെ കുഞ്ഞ്. അമ്മ എന്റെ കാലില് മസിൽ കയറിയിരിക്കുക. എന്റെ കാലിന്റെ അടിക്കാൻ മസിൽ ചെളി. കൊറേ നാളത്തെ കുന്നുകൂടിയതാന്ന് തോന്നുന്നു. എത്ര നാളായി ഇവനൊന്ന് പുഴ കൊണ്ടിട്ട്. അല്ലേല് 2 ദിവസം കൂടുമ്പോ പുഴ കൊണ്ടുവന്ന് മുക്കി അങ്ങനെ എടുക്കുന്നല്ലേ. അട്ട കടിച്ചു. ബ്ലഡ് ആണോ ഇത്? അവന് അട്ട കടിച്ചു. അയ്യോടാ ചെടിയല്ല. ആ ചോരയാ മണുണ്ട്. അട്ട കടിച്ചു കൊച്ചിനെ. അയ്യോടാ എന്നാ അതമ്മ തീരെ വയ്യാതെ ആയത്. അയ്യോ എന്തോരം ബ്ലഡാ പോയത്. ഗായ്സ് ഇപ്പൊ മഴയും കൂടി പെയ്തോണ്ട് അട്ടേന്റെ വാ കുട്ടിമണി കുളിക്കുവാ. അല്ല സ്നാനം ചെയ്യും. ജസ്റ്റ് ഒന്ന് കുത്തിക്കെടുത്തോളൂ. ഇനി ഒന്നും കൂടി നന്നായിട്ട് സോപ്പ് വെക്കണം. കാരണം സോറി ഗായ്സ് അതിന്റെ മേത്ത് ചെളി മുഴുവനൊന്ന് കളയാനുണ്ട്. വാ ഇപ്പൊ തന്നെ സത്യമണി കുളിച്ച് നല്ല വെളുത്ത്. സോപ്പ് താ. ഇത് വേണ്ടത് ആ സോപ്പ് മടക്കി എടുത്ത് വെക്കത്തില്ല. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കൊണ്ടിട്ടതാണ് പ്രശ്നം. ഇപ്പം അയാളെ വീഡിയോ എടുക്കലുണ്ട്. ശരിയാ തലക്ക് കാറില്ല കായ്ച്ച ഞങ്ങളൊന്നുമില്ല. കൊച്ചിനെ പിന്നെ ഞാൻ ദ്രോഹിയാ പോലെ ഗൈസ് ഇടയ്ക്ക് അങ്ങോട്ട് ബാധ കയറും. കയറെടുത്തേ അമ്മേ. അതൊന്ന് ജസ്റ്റ് കഴുകണം. നടുവൊടിഞ്ഞടേ അമ്മേന്റെ തലയിലിട്ട്. അങ്ങനെ കുത്തുച്ച് നല്ല കുളിച്ച് നല്ല സുന്ദര. അവന് മോളിൽ കെട്ടിക്കോട്ടോ. ഇവിടെ വിട്ടു വേണ്ട മണ്ണാവും. മോസ്റ്റ് തഴയാട്ടോ. അവിടെ കെട്ടിക്കോ. ഞാൻ അവിടെ ഇലക്കി തുണി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായിരുന്നു മോളിലാണോ അത്? ഇതിവിടെ കെട്ടിക്കോ. ഇല്ല അവിടെ കെട്ടിക്കോ. മരല്ലേ ഉവേ ഇവിടെ നിക്കുന്നേ. വേറെ ആരും വരുമ്പോഴല്ലോ. ഇല്ല നമ്മുടെ കൂടെ. അയ്യോ നീല കണ്ടു ഞാൻ. ഓ ഇല്ല ഞാനിടാറുണ്ട്. ഗായ്സ് അപ്പൊ എനിക്കിനി വെയിറ്റ് ചെയ്തോണ്ടിരിക്കാൻ. എന്റെ കൺട്രോൾ പോവാ. ഞാൻ ചാടാൻ പോവാ. ഞാൻ ചാടാം. വീടെടുക്ക്. ആ പിന്നെ പോകാലം. വേണ്ട എന്നാ ചാടലുണ്ടാവില്ല. അപ്പോഴത്തേക്കും വരും. ഇല്ല താളി വരയ്ക്ക്. ഗായ്സ് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ സാൻഡ് ഫേഷ്യൽ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടാനൊക്കെ പോകാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പെയിൻസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സാൻഡ് ഫേഷ്യൽ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഴയിലെ സാൻഡ് ആയതുകൊണ്ട് തന്നെ നാച്ചുറൽ ഫേഷ്യലാണ് ഗൈസ് ഞാൻ ചെയ്തോണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് താളി വരയ്ക്കണം കേട്ടോ. അപ്പോൾ താളി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? തലയൊക്കെ കുളിക്കണമല്ലേ. അപ്പോൾ ഏകദേശം അലക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ടപ്പെട്ട് നമ്മുടെ വാവാറ്റയും അമ്മ അലക്കാണ്. പൈങ്കിളിയാണ് എന്നിട്ടത് താളി വരയ്ക്കുന്നത് പല രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ ഒരച്ചാലേ പറയുള്ളൂ. പൈകളി മസിൽമാനായിട്ടാണ് ഗായ്സ്. അങ്ങോട്ട് നോക്കണം. താളി വരയ്ക്കുന്നത് വാവാറ്റയോ ഏത് രീതിയിൽ നിൽക്കണം? ഇങ്ങനെ നിൽക്കണോ അങ്ങനെ നിൽക്കണം? അമ്മ ആഞ്ഞടിക്കുവാണ് അലക്കൽ. എന്റെ ദൈവമേ. ഓ നമോസ്. വാവ് ഗായ്സ്. അപ്പോൾ ദൈവമ്മ അടിച്ചലക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് താളി വയ്ക്കാൻ പോകും ഗായ്സ്. അപ്പോൾ എൻ്റെ ഷോർട്സ് വന്നിട്ട് ലോ വേസ്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ഹൈ വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പങ്കം കണ്ടൊക്കെ താളി വരയ്ക്കുന്നത്. എന്റെ തലയിൽ ഞാൻ പരമാവധി ഒരു എണ്ണക്കുപ്പി മുഴുവൻ്റെ കമത്തി ചപ്പറി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? മണൽ ചപ്പറി. അപ്പോൾ ഞാൻ
ഞാനിങ്ങനെ ടർക്കി സൈഡാക്കിയിട്ടെ, കാരണം തോർത്താനൊക്കെ അത്യാവശ്യം. അപ്പൊ ഞാനിനി ഒന്ന് ചോദിക്കട്ടെ, ട്രെയിനിൽ കയറി കഴിഞ്ഞ ശേഷം പേനുണ്ടോടാ? ഉണ്ടെന്ന് തോന്നുന്നു. സംശയമുണ്ടേ, കാരണം അടുത്ത് തന്നെ ഏതൊക്കെയോ കാലന്മാർ അതുങ്ങളുടെയൊക്കെ തലയിൽ തെറിച്ചു വീണിട്ടുണ്ടെന്ന് തോന്നുന്നേ. എന്റെ ഗായ്സേ, എന്റെ തലയിലൊക്കെ പേനൊക്കെ ഏതോ കാലത്ത് വന്ന് ഏതോ കാലത്ത് പോയത് കേട്ടോ. പേന സാധനം നമ്മുടെ തലയിൽ നിൽക്കില്ല. ഡാൻഡ്രഫ് ഉണ്ട്, പക്ഷേ എങ്കിൽ അത് അധികമായിട്ടൊന്നും ഇല്ല. അവിടെ പോയതിനു ശേഷമാണ് കേട്ടോ ഇതെല്ലാം. അതന്നെ നോക്ക്. അവിടെ നമുക്ക് എല്ലാ ദിവസവും തല കഴുകിയാൽ മുടി ഉണ്ടാവില്ല, അതുകൊണ്ട് 3-4 ദിവസം കൂടുമ്പോഴാണ് തല കഴുകുന്നത്. ഡാൻഡ്രഫ് ആവുകയും ചെയ്യും. അതാണ് അവസ്ഥ. ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ വെറുതെയാണ്. ഹെഡിലും ഷോൾഡറിലും ഒക്കെ ഡാൻഡ്രഫ് ആയിരുന്നു. അതന്നെ. അപ്പൊ നമ്മളിത് നമ്മുടെ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആയ താളി തേച്ചാലാണ് ഇതൊക്കെ ഒന്ന് കുറയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് നമുക്ക് കുറയ്ക്കാം. ഡാൻസ് കളിച്ചോണ്ട് കുറച്ചാലാണ് വേഗം കുറയുള്ളൂ. അല്ലേ പഠിച്ച സ്റ്റെപ്പ് എല്ലാം ചെയ്തോ? അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ താളി കുറച്ച് സെറ്റ് ആക്കാം. അല്ലേ വാവാറ്റ? യെസ്. അപ്പൊ അതെ നമ്മുടെ താളി, പക്ഷേ ഈ നമ്മുടെ ചിങ്ങലക്കടവിന്റെ കല്ലിന്റെ അത്രയും പോലും പൊക്കവും ഇല്ല, അതുപോലെ ഉരപ്പും ഇല്ല. നമ്മുടെ കൈയൊക്കെ മുറിയാൻ അടിപൊളിയാണ് ഈ കല്ല്. അപ്പൊ അതെ നമ്മുടെ താളി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ താളി എന്ത് ചെയ്യണം, എടുക്കുക, തേക്കുക. കഞ്ഞിവെള്ളം എടുക്കാൻ മറന്നുപോയി. ആരും എൻ്റെ കാര്യം ഓർത്തില്ല, എല്ലാവരുടെയും കയ്യിൽ നിറച്ച് തുണി അതുകൊണ്ട് തന്നെ മറന്നുപോയി. അപ്പോൾ താളി തേച്ച് നമുക്ക് ചപ്പടിയാവാം കേട്ടോ. ഓക്കെ, ഞാൻ ചാടാൻ പോവാ. A few moments later. ഗായ്സ്, അങ്ങനെ നമ്മൾ താളി വെച്ചിട്ടുണ്ട്. അപ്പോൾ താളി വെച്ച് ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണേ. അപ്പം നമുക്ക് താളി തല കഴുകാം കേട്ടോ. വരൂ ഗായ്സ്. അതെ, നന്നായി കഴിക്കോ. മണലൊക്കെ അങ്ങ് പോട്ടെ, ഒപ്പം പിന്നെ കളിമണ്ണും. അത് പറയില്ല, ആകെയുള്ള അതാട്ടോ സമ്പാദ്യതാ. പുഴയും കലക്കടാ. ഞങ്ങള് 3 പേരും കൂടി പുഴ കലക്കാൻ വേണ്ടി പോവുകയാണ്. പൊട്ടിക്കല്ലേ, ആകെ ഉള്ളതാ. വെള്ളം പാടാ വരുമെന്ന് നിക്ക്. നിറച്ച് മണലാണ്. പിന്നെ ആദ്യം മണലായിരുന്നല്ലോ പുഴേണ്ടത്. എടാ ബക്കറ്റും കൊണ്ട് ഈ താളി ഒന്ന് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് ബക്കറ്റ്. അപ്പൊ നമ്മള് താളി കുറച്ച് കഴിഞ്ഞാൽ നമ്മള് കല്ല് കഴുകണം, അല്ലെങ്കിൽ നമ്മുടെ തലമുടി അത്രയും പോകുന്നതാണ് പറയുന്നത് പണ്ടൊക്കെ. അപ്പൊ കാരണന്മാരുടെ രാക്ക് നമുക്ക് വാങ്ങണ്ട, അവര് പറഞ്ഞ പോലെ കേട്ടേക്കാം. അല്ലേ മമ്മ? നന്നായിട്ട് കഴുകിയിടും. ഭയങ്കര ഒരു കാര്യം ചെയ്ത് അതിന്റെ ബാക്കി ചെയ്യാം. താളിയൊക്കെ എവിടെ എടുക്കുന്നേ? കയ്യില് ക്യാമറ നോക്കിയതാണ്, നന്നായിട്ട് കഴുകാൻ പറയുക. മമ്മപ്പോട്ടാ മമ്മപ്പോട്ടാ. ഈ എലിക്കാണ് ഏറ്റവും മടി പുഴ ചാടാൻ. അപ്പൊ എലി ഞങ്ങൾ 3 പേരും കൂടി പുഴ ചാടാൻ വേണ്ടി ഞങ്ങളിപ്പോ ചാടാൻ പോവാണേ. അറിയണ്ട. ആയിസപ്പം തമിഴ്നാട് നിന്ന് ആണ്ടി പണ്ടാരങ്ങളായി ഞങ്ങൾ 3ഉം. പണ്ടാരാവാൻ പറ്റിയില്ല, പഴയ തൊട്ടടുത്ത് പോകാൻ പറ്റില്ല. സത്യം പറഞ്ഞ മുടി മുട്ടയടിച്ചാൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പൊ നമ്മളെ മുടി ഇനി കുറെ കാലം ഈ തലയിൽ ഉണ്ടാവില്ല. ഞങ്ങള് വെട്ടിപ്പത്ത് തൂളെ കളയാൻ വേണ്ടി പോകണം അല്ലേ? അതെ. അപ്പൊ ആ മുടി നമുക്ക് കെയർ ചെയ്യേണ്ട അത്യാവശ്യം കൂടി ഉണ്ട്. മുടി ഇല്ലാന്ന് ഓർത്ത് കെയർ ഇല്ലാന്നല്ല, മുടിയുണ്ട്, അത് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകണം. കാരണം അവിടെ ഒരുപാട് നമ്മുടെ മുടിയൊക്കെ കൊഴിയുന്നുണ്ടായിരുന്നു അല്ലേ ഗൈസ്? അതെ. അപ്പൊ നമുക്ക് 3 പേർക്ക് എന്ത് ചെയ്യണം, പുഴ ചാടണ്ടേ? തലയടിക്കരുതേ, അവിടെ തഴയുണ്ട്. തഴ ഒരുമിച്ചതേ ആ ചെളിക്കുളത്തിൽ പോവാം. അയ്യോ
അതാ പുഴ കലങ്ങിയില്ലോ ഓൾറെഡി. അതാ അവിടെ എന്തോരം ഉണ്ടടാ. എടാ നിന്നെ എവിടെ? അവിടെ നിന്നേ. അയ്യേ അത്രയും വെള്ളമുള്ളോ? അവിടെയാണ് ഈ പൊട്ട വീണത്. ഇത് ഈ എലി ആദ്യം പുഴ വീണ് കഴിഞ്ഞാൽ പുഴയിൽ വെള്ളം പറ്റിക്കും. അതാണ് അവസ്ഥ. പൊട്ടനൊന്നും അറിയില്ല നീന്താൻ. പണ്ടൊക്കെ വലിയ പ്രോയായിരുന്നു. ഇപ്പൊ പൊട്ടന് പുഴയിൽ ഇറങ്ങിയില്ലടാ. എനിക്ക് വെള്ളം എടാ കൊച്ചിനെ എഴുതിയല്ലടാ. അതാ അതോ എടാ വെള്ളം ഇല്ലാത്തടത്ത് എങ്ങനെ നീന്തും? അവിടെ നീന്തും. അവിടെ നീന്താൻ പറ്റണ്ടേ? അതാ നീന്തി. പുഴയിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം മുഴുവൻ കുടിക്കും. അതെ വേണ്ട 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 മോളിൽ പോവില്ല. ചേട്ടൻ വരും ഇപ്പൊ. ഞാൻ പോവാ. വേണ്ട 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 ഞാൻ പോവാണേ. വേണ്ട ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? പങ്കിളി വേണ്ട വാ. സാരില്ല സാരില്ല സാരില്ല. ഞങ്ങൾ അങ്ങനെ കുളിച്ചെന്താ ചെയ്തത്? പുഴ കലക്കിയോടാ. പൊട്ടന്മാരെ വിളിച്ചു വിളിച്ച് ശരിക്കും പൊട്ടന്മാരായിരുന്നു. ഓക്സിജൻ ബാഗാണോ? എടാ ഓക്സിജൻ ബാഗാണോ പുറത്ത്? ഞങ്ങൾ നല്ല രസത്തിൽ നിന്നെ ഇങ്ങോട്ട് നീന്താ. നിന്റെ കാലം കയ്യും എടാ കേറി കേറി വാ. മതി മതി. എന്റെ ചേട്ടന് കുളിക്കാനുള്ള സമയമായി. ഇപ്പൊ വന്നിട്ട് ചേട്ടൻ അവിടെ നിൽക്കും. എന്നും 5:30 ചേട്ടൻ കുളിക്കാൻ വരുന്നതാണ്. അപ്പൊ നമ്മൾ അപ്പോഴേക്കും കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുളി ഇതാട്ടോ. കുളിന് വീട് ചെന്നിട്ട് വേണം ഈ കൂന്തലൊക്കെ ശരിയാക്കി എനിക്ക് സോപ്പൊക്കെ തേച്ച് നമ്മുടെ മഞ്ഞളൊക്കെ തേച്ച് കുളിക്കാൻ. എന്താ അത് കോല. അപ്പൊ നമ്മളിനി നന്നായിട്ട് തോറ്റിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എന്നെ ടർക്കി അവിടെയാണ്. ഞാൻ പോയി അടിച്ചു വരാം. വേഗം തോത്തിക്കോ. ഒന്നും കൂടി ചാട്ടെ. അത് തന്നെ മതി മതി. വേഗം തോർത്തേ മതിടാ. നിന്റെ എന്തേ? അവിടെയാ. പങ്കിളി വന്ന് തോർത്തിക്കേ. ഞാൻ തോർത്തേ. ചിലർക്ക് എന്റെ തോർത്തോടാ ചുമ്മായിട്ട് കൊണ്ടുവന്നു. ആരാന്ന് ഞാൻ പറയുന്നില്ല. ഉമ്മ വെച്ച് മനസ്സിലായാണ്. വേറെ ആരല്ല. പപ്പുങ്കയാണ് നമ്മളെന്താ ചെയ്യുന്നേ? ഗായ്സ് എനിക്ക് സ്റ്റേഷൻ എടുത്തില്ല. ആടി ആടി പോവാ. എന്റെ ഗായ്സ് ഇവിടെ കണ്ണുണ്ടോ ചുമന്നിരിക്കുന്നേ. ഇനി ഞങ്ങൾ എമ്മ പഠിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം കണ്ണ് ചുമന്നിരിക്കുന്നേ. എമ്മ അടിച്ചോണ്ട് മാത്രം കണ്ണ് ചുമക്കില്ലല്ലോ അല്ലേ? എന്ത് പൊട്ടന്മാരാ. അപ്പൊ നമ്മുടെ തല നന്നായിട്ട് തോർത്തണം. അല്ലെങ്കിൽ ജലദോഷം പിടിക്കും. ഇവിടെ അങ്ങോട്ട് ജലദോഷം പിടിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ അവിടുന്ന് ജലദോഷം പിടിച്ചിട്ട് ഐസ് വെള്ളം കുടിച്ച് ഞങ്ങൾ കളഞ്ഞതാ. ഇല്ലടാ അവിടെ തല തോർത്തില്ല കുഴപ്പമില്ല. തോല തോർത്തേ ഭയങ്കര തല തോർത്തടാ. പിന്നെ അറിയാലോ പുഴ നേരെ തോർത്തുന്ന പരിപാടി ഇല്ലല്ലോ. ഇതെന്നാ വിളിച്ചു നിൽക്കുന്നത്? തോർത്തന്നേ. ഗായ്സ് അങ്ങനെ അടിപൊളി ഒരു സ്നാനം കഴിഞ്ഞ് നമ്മളിത് നടക്കുകയാണ് ഗായ്സ്. അപ്പം എൻ്റെ തോളിൽ എൻ്റെ ജീൻസാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പൊട്ടന്മാരെല്ലാം വരുന്നുണ്ട്. കുട്ടൂസനും വരുന്നുണ്ട്. നമ്മുടെ മമ്മ ഇത് തലയിൽ ആലച്ചെരുവം വെച്ച് നടന്നു പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം അടിപൊളിയായിട്ട് നമ്മുടെ മഞ്ഞളൊക്കെ തേച്ചൊന്ന് ഉള്ളും കുത്തി കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞളിൽ കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ മേത്തുള്ള എല്ലാ ചീത്തകളും പോവും. മുറിവുകളുണ്ടെങ്കിൽ അത് ഉണങ്ങും. എന്തുകൊണ്ടും മഞ്ഞൾ നല്ലതാണ്. അറേ അയ്യോ അടിപൊളി
തലയിലോ ഗായ്സ് കുട്ടിമണി കണ്ടോ, അവൻ പുല്ലിൽ കിടന്ന് ഉരുളാണ്. കുളിപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണേ. അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോകണോ? യെസ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടക്കട്ടെ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന. അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓ ഈ കൊച്ച്. അപ്പോൾ എല്ലാവർക്കും ബൈ. മമ്മേ ബൈ ബൈ പറയേ. ഒരു മഞ്ഞ മാത്രമേ നിൽക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരോടും ബൈ പറയാം. ഇനി ഇപ്പം അതിനാദ്യം വിഷമിക്കേണ്ട. വാ, ഞാൻ മയിലൊക്കെ കിടന്ന് കാണുന്നുണ്ട്. ബാ ബൈ. കുട്ടി എവിടെ? ഇവിടെ വന്നു നിന്റെ അടുത്ത്. കുട്ടിച്ചാ ടാറ്റ പറഞ്ഞു കുഞ്ഞേ. ടാറ്റ പറ. ബൈ.